ഡോക്ടർ, ഫോൺ കൊടുത്താൽ തന്നെ കുട്ടി ശാന്താവുന്നു, ഫീഡ് ചെയ്യാനും വർക്ക് ചെയ്യാനും എല്ലാം ഈസി ആവുന്നു. ബട്ട് ഈസ് ഇറ്റ് റിയലി ദാറ്റ് ബാഡ്? സ്ക്രീൻ ടൈം ഇപ്പോഴത്തെ മിക്ക വീടുകളിലെയും ഒരു വലിയ സ്ട്രഗിളാണ്. പലപ്പോഴും പാരന്റ്സിന് ഉത്തരം അറിയാം, പക്ഷേ പ്രാക്ടിക്കൽ ആകുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആകുന്നു. ഫസ്റ്റ് തിങ്, ഗിൽറ്റ് വേണ്ട. പാരന്റ്സ് എപ്പോഴും പെർഫെക്റ്റ് ആകണമെന്നില്ല, പ്രസന്റ് ആയാൽ മതി. സ്ക്രീൻ ടൈം എപ്പോഴും ഡേഞ്ചറസ് ആണെന്നല്ല, എങ്ങനെ സേഫ് ആൻഡ് ബാലൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. കുട്ടികളിൽ സ്ക്രീൻ ടൈം ഹാൻഡിൽ ചെയ്യാൻ പ്രധാനമായും 3 കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുക. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് എങ്കിൽ അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സ്ക്രീൻ ടൈം 0 ആണ്. കാരണം ഡിജിറ്റൽ മീഡിയ കണ്ടന്റ്സ് കുട്ടികളുടെ ലാംഗ്വേജ് അതേപോലെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിനെ ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവർക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി മെമ്പറിനെ വീഡിയോ ചാറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. ഇനി 2 വയസ്സിനും 5 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ ദിവസം 1 മണിക്കൂർ കോ വാച്ചിങ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കുട്ടികളിലേക്ക് ഡിസ്പ്ലേഡ് ആകുന്ന കണ്ടന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരാൾ എപ്പോഴും കുട്ടിയുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ്. 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു നിശ്ചിത സ്ക്രീൻ ടൈം എന്നതിലുപരി അവരുടെ മറ്റ് ആക്ടിവിറ്റീസ്, അവരുടെ പ്ലേ ടൈം, ഫാമിലി ടൈം, പഠനം, വായന, ഉറക്കം എന്നിവയൊന്നും തടസ്സപ്പെടുത്താത്ത രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, എപ്പോഴാണ് സ്ക്രീൻ ടൈം ഫുള്ളി അവോയ്ഡ് ചെയ്യേണ്ടത്. അത് മീൽ ടൈമിലും അതേപോലെ ഉറങ്ങുന്നതിന് മിനിമം 1 മണിക്കൂർ മുൻപായിട്ടും സ്ക്രീൻ ഫുള്ളി അവോയ്ഡ് ചെയ്യുക. കുട്ടികളുടെ ബെഡ്റൂം സ്പേസ് എപ്പോഴും മീഡിയ ഫ്രീ സോൺസ് ആയിട്ട് കീപ്പ് ചെയ്യുക. മൂന്നാമതായിട്ട്, കണ്ടന്റ് ഓൾവേസ് മാറ്റേഴ്സ്. സ്ക്രീൻ ടൈം ഒരു പാസീവ് ടൈം എന്നതിലുപരി ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷണൽ കണ്ടന്റ്സ് അതേപോലെ ഇന്ററാക്റ്റീവ് കണ്ടന്റ്സ് ഒക്കെ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള കണ്ടന്റ്സ് കുട്ടികളുടെ IQ ഡെവലപ്പ് ചെയ്യാനും അതേപോലെ കുട്ടികൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങളുടെ കുട്ടിയെ കാം ചെയ്യാനായിട്ട് സ്ക്രീൻ മാത്രമാണ് ഒരു ഓപ്ഷൻ എങ്കിൽ അത് ഒരു വാർണിംഗ് സൈൻ ആണ്. അതിന് ഒരു ഓൾട്ടർനേറ്റ് നീഡ് ഉണ്ട്. സ്ക്രീൻ ടൈം ടോട്ടലി അവോയ്ഡ് ചെയ്യണമെന്നല്ല, ഡെയിലി ലൈഫിൽ സ്ലോലി ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുക. സ്റ്റോറീസ്, പോയംസ്, സ്മോൾ പ്ലേ ആക്ടിവിറ്റീസ് പോലുള്ള ഓപ്ഷൻസ് ട്രൈ ചെയ്യൂ. റിലാക്സ്ഡ് ആയി തുടരൂ. വീണ്ടും കാണാം.